നമസ്കാരം. ശശി തരൂർ എംപിയുടെ ലേഖന വിവാദം ചൂടുപിടിച്ചതോടെയാണ് പ്രതിപക്ഷ ആരോപണത്തെ നേരിടാൻ സ്റ്റാർട്ടപ്പുകളുടെ കണക്കുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് 3 ദിവസം മുമ്പെത്തിയത്. UDF സർക്കാരിന്റെ കാലത്ത് 300 സ്റ്റാർട്ടപ്പുകൾ മാത്രമെന്നും LDF ഭരണത്തിൽ 8 വർഷം കൊണ്ട് 6200 ഉയർന്നുവെന്നുമാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ അവകാശപ്പെട്ടത്. അതുവഴി സൃഷ്ടിക്കപ്പെട്ടത് 60,000 തൊഴിലവസരങ്ങളാണെന്നും 5,800 കോടിയുടെ നിക്ഷേപമുണ്ടെന്നും പറഞ്ഞിരുന്നു. 2026ഓടെ 15,000 സ്റ്റാർട്ടപ്പുകളാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ 2016 മെയ് മുതൽ 2024 ഡിസംബർ 14 വരെ KSIDC വായ്പ നൽകിയ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 114 ആണെന്ന് വിവരാവകാശ രേഖയിൽ പുറത്തു വന്നു. 22.58 കോടിയാണ് ഇക്കാലയളവിൽ നൽകിയത്. 30 സ്റ്റാർട്ടപ്പുകൾ വായ്പാ തുക തിരിച്ചടച്ചു. 66 സ്റ്റാർട്ടപ്പുകൾ തിരിച്ചടയ്ക്കാൻ തുടങ്ങിയെന്നും വിവരാവകാശ മറുപടി വ്യക്തമാക്കുന്നു. കൊച്ചി സ്വദേശിയായ വിവരാവകാശ പ്രവർത്തകൻ K. ഗോവിന്ദൻ നമ്പൂതിരിക്ക് നൽകിയ മറുപടിയിലാണ് KSIDC ഇക്കാര്യം സമ്മതിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് 300 സ്റ്റാർട്ടപ്പുകൾ മാത്രമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. LDF സർക്കാരിൻ്റെ കഴിഞ്ഞ 8 വർഷം കൊണ്ട് അത് 6,200 ഉയർന്നു. 60,000 തൊഴിലവസരങ്ങൾ ഇതുവഴി ലഭ്യമാക്കി. 5,800 കോടി രൂപയുടെ നിക്ഷേപമാണ് ഇതിലൂടെ ഉണ്ടായത്. 15,000 ചതുരശ്ര അടി ബിൽഡേഴ്സ് സ്പേസാണ് 2016 ഉണ്ടായിരുന്നത്. ഇന്ന് 10 ലക്ഷത്തിലധികം ഇൻക്യുബേഷൻ സ്പേസ് നമുക്കുണ്ട്. 2026ഓടെ 15,000 സ്റ്റാർട്ടപ്പുകളും 1 ലക്ഷം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും പോസ്റ്റിൽ പറയുന്നു. അതേസമയം സംസ്ഥാനത്തിന്റെ വ്യാവസായിക വളർച്ചയെ പ്രശംസിച്ച് ഇംഗ്ലീഷ് ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ശശി തരൂർ എംപി. കേരളത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നതും എഴുതുന്നതും. കേന്ദ്രത്തിന്റെയും അന്താരാഷ്ട്ര ഏജൻസിയുടെയും ഡേറ്റ അവലംബമാക്കിയാണ് ലേഖനമെന്നും തരൂർ പറഞ്ഞിരുന്നു. എഴുതിയ കാര്യങ്ങൾക്ക് അടിസ്ഥാനമായ വിവരങ്ങൾ എവിടെ നിന്ന് ലഭിച്ചുവെന്ന് ലേഖനത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ടും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിനെയും അടിസ്ഥാനമാക്കിയാണ് ലേഖനം. ഇത് രണ്ടും CPM-ൻ്റേതല്ലല്ലോ. വേറെ ഡേറ്റ കിട്ടിയാൽ ഞാൻ സുഖമായിട്ട് മാറ്റാം. കേരളത്തിന് വേണ്ടി മാത്രമാണ് എഴുതുന്നതും സംസാരിക്കുന്നതെന്നും തരൂർ പറഞ്ഞു. താൻ പറഞ്ഞ കാര്യങ്ങൾക്ക് അടിസ്ഥാനമായ വിവരങ്ങൾ എവിടെ നിന്ന് ലഭിച്ചു എന്ന കാര്യം ലേഖനത്തിൽ തന്നെ തരൂർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തരൂരിൻ്റെ മോദി പിണറായി സ്തുതികൾ സംസ്ഥാന നേതൃത്വവും ഹൈക്കമാൻഡും സംശയത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. മോദിയുടെ US സന്ദർശന ഫലത്തെ പിന്തുണച്ച തരൂർ BJP-യിലേക്ക് പോകുമെന്നൊക്കെ അഭ്യൂഹങ്ങൾ പരന്നിരുന്നെങ്കിലും ഹൈക്കമാൻഡ് അത് തള്ളിക്കളയുന്നു. എന്നാൽ ഇടതുപക്ഷത്തെ വിശേഷിച്ചും പിണറായി സർക്കാരിൻ്റെ കാലത്തെ വ്യവസായ വളർച്ചയെ അദ്ദേഹം ശരിവെച്ചത് നേതാക്കൾ സംശയത്തോടെയാണ് കാണുന്നത്. തൻ്റെ മുമ്പാകെ പരാതി എത്തിയതോടെ വളരെ വേഗത്തിലാണ് രാഹുൽ തരൂരിനെ വിളിപ്പിച്ചത്. കൂടിക്കാഴ്ചയ്ക്കായി തരൂരും താല്പര്യപ്പെട്ടതോടെ കാര്യങ്ങൾ വേഗത്തിലായി. KC വേണുഗോപാലിനെ പോലും മാറ്റി നിർത്തിയായിരുന്നു തരൂർ രാഹുൽ കൂടിക്കാഴ്ച എന്നതും ശ്രദ്ധേയമാണ്. സോണിയാഗാന്ധിയുടെ വസതിയിൽ KC വേണുഗോപാൽ ഉണ്ടായിരുന്നെങ്കിലും ചർച്ചയിൽ പങ്കാളിയായില്ല. ഖാർഗെയുമായി വസതിയിലെത്തി രാഹുൽ ഗാന്ധി ചർച്ച നടത്തുമ്പോൾ വേണുഗോപാൽ ഉണ്ടായിരുന്നു. എന്തായാലും തരൂരിൻ്റെ വരുംകാല നീക്കങ്ങൾ ഹൈക്കമാൻഡിൻ്റെ നിരീക്ഷണത്തിലായിരിക്കുമെന്ന് ഉറപ്പാണ്. തരൂർ പറഞ്ഞതിനെ വ്യാഖ്യാനിച്ച് വലുതാക്കിയെന്ന് KPCC അധ്യക്ഷനും MP-യുമായ K. സുധാകരൻ അഭിപ്രായപ്പെട്ടിരുന്നു. വലിയ ദ്രോഹമൊന്നും തരൂർ ചെയ്തിട്ടില്ല. ഈ വിഷയത്തിൽ കൂടുതൽ സംസാരം വേണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും അത് നിർത്തി. പ്രശ്നങ്ങൾ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു.